ഹോർമൂസിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. എങ്കിൽ പോലും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വലിയ തോതിൽ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. റെക്കോർഡ് ഉയരത്തിലേക്ക് ക്രൂഡ് ഓയിൽ കടക്കുമോ എന്നത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. അതുമാത്രവുമല്ല, പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അത് വ്യോമയാന ഗതാഗത മേഖലയെ വലിയ തോതിലാണ് ബാധിച്ചത്. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും വ്യോമയാന ഇന്ധനത്തിന്റെ വില വർദ്ധിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അങ്ങനെ വ്യോമയാന സർവീസുകൾ കുറച്ചിരുന്നു. നമ്മുടെ രാജ്യത്ത് പോലും ആയിരക്കണക്കിന് വിമാന സർവീസുകൾ ആണ് വെട്ടിക്കുറച്ചത്. ഒരു ഭാഗത്ത് യുദ്ധം ഇങ്ങനെ തുടരുന്നു എന്നതുകൊണ്ട് തന്നെ വ്യോമയാന മേഖലയിലെയോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലെയോ ഒന്നും മുന്നോട്ടു പോക്ക് അവസാനിപ്പിക്കുക എന്നത് സാധ്യവുമല്ല. ഇതാ വ്യോമയാന മേഖലയിലെ പുതിയൊരു ചരിത്രം, അതാണ് ഇനി പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ് ക്വാണ്ടാസ് എയർവേസ് എന്നതാണ്. ഈ ക്വാണ്ടാസ് എയർവേസ് എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ പുതിയ ചരിത്രം എന്നതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ്, വിമാന സർവീസ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ക്വാണ്ടാസ് എയർവേസ്. അവിടെ പ്രിയ പ്രേക്ഷകർ, അതായത് ഈ വിവരങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകരിൽ പലരും വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. വളരെ ചെറിയ യാത്രകൾ, അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ വരുന്ന യാത്രകൾ ചെയ്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഒരു യാത്രയാണെങ്കിൽ അതിനൊരു 3 മണിക്കൂറൊക്കെയാണ് വേണ്ടിവരിക. പലരും നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ട്. അവർ 4-5 മണിക്കൂറുകൾ യാത്ര ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ എത്തുന്നു. ചിലരെങ്കിലും ഏതാണ്ട് 1 ദിവസത്തോളം നീളുന്ന ദൈർഘ്യമേറിയ യാത്ര നടത്തുന്നവരുമുണ്ട്. അവിടെ പലപ്പോഴും നമുക്കറിയാം, ഒരു സ്പോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിമാനത്താവളത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിൽ കയറി അങ്ങനെയൊക്കെയാണ് ദീർഘദൂര യാത്രകൾ നടത്താറുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടാസ് എയർവേസ് നടത്തിയത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ആണ് എന്നതാണ്. ആ സർവീസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ക്വാണ്ടാസ് എയർവേസ് എന്നത് ഓസ്ട്രേലിയയുടെ ദേശീയ വിമാന കമ്പനിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള 3ാമത്തെ എയർലൈൻ സർവീസ് കൂടിയാണ് ക്വാണ്ടാസ് എയർലൈൻസ് എന്നതാണ്. ഇനി ഇതാ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ലോകത്ത് തന്നെ ദൈർഘ്യമേറിയ വിമാന സർവീസുകൾ, അവിടെ ഓർക്കുക, നിർത്താതെ പറക്കുന്ന സർവീസുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വിമാനത്താവളത്തിൽ നിന്ന് വിമാനം യാത്ര ആരംഭിച്ചാൽ അടുത്ത വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോഴേക്കും പിന്നിടുന്ന ദൂരം എന്നതാണ് എടുത്തു പറയേണ്ടത്. സാധാരണ നിലയിൽ 14,000 കിലോമീറ്ററോ അതിനു മുകളിലോ ഉള്ള വിമാനയാത്രകൾ, നിർത്താതെയുള്ള വിമാനയാത്രകളെയാണ് പൊതുവിൽ ദൈർഘ്യമേറിയ വിമാന സർവീസുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള നിരവധിയായ വിമാന സർവീസുകൾ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട് എന്നത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസുകളുടെ ഒരു പട്ടിക പരിശോധിച്ചാൽ ആ വിമാന സർവീസുകൾ എവിടെ നിന്ന് എവിടേക്ക്, അതിൻ്റെ ദൂരം, ഒപ്പം സമയം, അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. സിംഗപ്പൂർ ന്യൂയോർക്ക് എന്ന എയർലൈൻസ്, അതായത് സിംഗപ്പൂരിൽ നിന്ന് ന്യൂയോർക്കിലേക്കും തിരിച്ചുമുള്ള യാത്ര, അത് ഏതാണ്ട് 15,349 കിലോമീറ്ററാണ് ആകാശമാർഗത്തിൽ പിന്നിടുന്നത്. അതിന് വേണ്ടി വരുന്ന സമയം എന്നത് 18 മണിക്കൂറാണ്. അതായത് ഒരു വിമാനത്തിൽ യാത്രക്കാരൻ കയറിയാൽ 18 മണിക്കൂർ കഴിഞ്ഞുമാണ് ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങുക എന്നർത്ഥം. സിംഗപ്പൂരിൽ നിന്ന് നെവാർക്കിലേക്കുള്ള യാത്ര എന്നത് 15,321 കിലോമീറ്ററാണ്. 18.45, അതായത് 18 മണിക്കൂറും 45 മിനിറ്റുമാണ് ആ യാത്രയുടെ ദൈർഘ്യം എന്നത്. പെർത്തിൽ നിന്ന് ലണ്ടനിലേക്ക് വിമാനം നിർത്താതെ സർവീസ് നടത്തുന്നുണ്ട്. 14,499 കിലോമീറ്റർ, 17 മണിക്കൂർ 20 മിനിറ്റ്. ഓക്ലാൻഡ് ദോഹ സർവീസും ഇത്തരത്തിൽ ദൈർഘ്യമേറിയ സർവീസാണ്. 14,000-ൽ അധികം കിലോമീറ്റർ, 17.15 മണിക്കൂർ ആണ് ചെലവഴിക്കുന്നത്. ഡാളസിൽ നിന്ന് മെൽബണിലേക്കുള്ള യാത്ര ഏതാണ്ട് 14,472 കിലോമീറ്റർ ആണ്. ഇവിടെ 17 മണിക്കൂറും 35 മിനിറ്റുമാണ്. ഇവിടെ പ്രേക്ഷകരെ സൂചിപ്പിക്കേണ്ടത്, എപ്പോഴും വളരെ കൃത്യമായ ടൈമിങ്ങിൽ തന്നെ ഈ വിമാനങ്ങൾ എത്തണമെന്നില്ല. കാലാവസ്ഥ പ്രതികൂലമെങ്കിലൊക്കെ ചിലപ്പോഴെങ്കിലും അല്പം അധിക സമയം എടുത്തുകൊണ്ട് വീണ്ടും ദൂരം പിന്നിട്ടൊക്കെ ആയിരിക്കാം ഈ വിമാന സർവീസുകൾ. ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ ലോകത്ത് നടക്കുന്ന ദൈർഘ്യമേറിയ വിമാന സർവീസുകൾ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. എങ്കിൽ ഇപ്പോൾ ഈ ക്വാണ്ടാസ് നടത്തിയ ചരിത്രപരമായ മുന്നേറ്റം എന്നത് നേരത്തെ സൂചിപ്പിച്ച ദൈർഘ്യമേറിയ വിമാന സർവീസുകളെ ഒക്കെ പിന്നിടുന്ന ഒന്നാണ് എന്നതാണ്. ഫ്രാൻസിലെ ടുലൂസിൽ നിന്ന് മെൽബണിലേക്കാണ് യാത്ര. അത് 17,000 കിലോമീറ്റർ ആണ് ഒറ്റ സ്ട്രെച്ചിൽ. അതായത് വിമാനം പറന്നുയർന്നാൽ പിന്നീട് 17,000 കിലോമീറ്റർ പിന്നിട്ട ശേഷം ആണ് ആ വിമാനം ലാൻഡ് ചെയ്യുന്നത് എന്നതാണ്.
ഇതിന് വേണ്ടി വരുന്ന സമയം എന്നത് 19 മണിക്കൂറാണ്. ഒരു ദിവസം എന്നാൽ 24 മണിക്കൂറാണ് എന്ന് നമുക്കറിയാം. ഏതാണ്ട് ഒരു ദിവസം പൂർണ്ണമായും വിമാനത്തിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ആണ് ഈ വിമാനയാത്രയ്ക്ക് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെയും ഈ 19 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഷാർപ്പ് 19 മണിക്കൂർ കൊണ്ട് എത്തണമെന്നൊന്നുമില്ല. ഈ സൂചിപ്പിക്കുന്ന പോലെ മറ്റു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായാൽ അതിലേറെ സമയം പോയേക്കാം. ഒരു പക്ഷേ 20 മണിക്കൂറൊക്കെ അനായാസം യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ക്വാണ്ടാസ് വിമാനം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നതാണ് ക്വാണ്ടാസ് എയർലൈൻസ് പറയുന്നത്. അതിന് വിപുലമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ആവശ്യമാണ് എന്നത് നമുക്കറിയാം. കാരണം ഏതാണ്ട് ഒരു ദിവസം പൂർണ്ണമായും ഒരു വിമാനത്തിൽ ചെലവഴിക്കുമ്പോൾ യാത്രികർക്ക് ഒട്ടേറെ സൗകര്യങ്ങൾ നൽകേണ്ടതായി വരും. അതുമാത്രവുമല്ല, ചിലരെങ്കിലും പറയുന്നത് ഭൂമിയുടെ പകുതിയോളം ഏതാണ്ട് കവർ ചെയ്യും ഈ 17,000 കിലോമീറ്ററിൽ എന്നാണ് പറയുന്നത്. അതും രസകരമാകുന്ന ഒരു കണക്ക് തന്നെയാണ്. ഇനി കമ്പനി ഇപ്പോൾ പറയുന്നത് ഈ സർവീസ് സിഡ്നിയിൽ നിന്ന് ലണ്ടനിലേക്കും സിഡ്നിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കും എന്ന തരത്തിൽ ക്രമീകരിക്കുന്നു. അതായത് പുതിയ സർവീസുകൾ കൂടുതൽ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ സർവീസ് നടത്തുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് കൂടുതൽ വിപുലപ്പെടുത്തും എന്നാണ് ക്വാണ്ടാസ് എന്ന കമ്പനി ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 20 മണിക്കൂറോളം തുടർച്ചയായി വിമാനം ഫ്ലൈ ചെയ്യുന്ന തരത്തിൽ ആണ് ഈ വിമാനത്തിൻ്റെ ശേഷി വികസിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ വിമാന സർവീസിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ എയർബസ് A350 എന്ന് തുടങ്ങുന്ന 1000 A350-1000 എന്ന വിമാന കാറ്റഗറിയിൽ വരുന്ന വിമാനം ആണ് ഈ ദീർഘദൂര യാത്ര വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒട്ടേറെ സവിശേഷതകൾ ഞാൻ നേരത്തെ തന്നെ ലോകത്തിലെ ദൈർഘ്യമേറിയ സർവീസുകളെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ സർവീസുകളിൽ ഉള്ളതിനേക്കാൾ മികച്ച സൗകര്യങ്ങൾ ആണ് യാത്രികർക്ക് ക്വാണ്ടാസ് നൽകുന്നത്. അതിൽ വിശാലമായ ക്യാബിൻ എന്നത് എടുത്തു പറയേണ്ടതാണ്. സ്വാഭാവികമായും മണിക്കൂറുകൾ നമ്മൾ വിമാനത്തിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശാലമായ ഒരു പ്ലാറ്റ്ഫോം അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഒന്നാമതായി പറയുന്നത്. മറ്റൊന്ന്, മികച്ച ഭക്ഷണം. മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. അവിടെ വിമാനത്തിൻ്റെ സമയമനുസരിച്ച് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒരുപക്ഷെ രാത്രി ഭക്ഷണവും അതിനിടയിലുള്ള ഭക്ഷണവും എല്ലാം നൽകേണ്ടതായി വരും. അത് ഏറ്റവും നിലവാരമുള്ള ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം കഴിച്ച് ഈ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ, കാരണം പിന്നീട് ലാൻഡ് ചെയ്യണമെങ്കിൽ 19 മണിക്കൂർ പിന്നിടണം. അതുകൊണ്ട് തന്നെ മികച്ച ഭക്ഷണം ആണ് നൽകുന്നത്. ഒപ്പം ഇതിനകത്ത് തന്നെ ആരോഗ്യപരമായി മികവ് പുലർത്താൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ വിനോദ ഉപാധികൾ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പലപ്പോഴും ടെലിവിഷൻ സ്ക്രീനും അത്തരം സൗകര്യങ്ങളുമൊക്കെയാണ് സാധാരണയായി ഇത്തരം ദൈർഘ്യമേറിയ വിമാനങ്ങളിൽ നൽകുന്നത്. ഇന്റർനെറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. കൂടുതൽ മികച്ച വിനോദ ഉപാധികൾ ഈ സർവീസിൽ ഉണ്ടാകും എന്നാണ് കമ്പനി പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ വായു സഞ്ചാരം. നമുക്കറിയാം, വിമാനം എന്നതൊരു ക്ലോസ്ഡായ ഇടമാണ്. അവിടെ സ്വാഭാവികമായും യാത്രക്കാരുടെ എണ്ണം, അതിൻ്റെ സമയം, നമ്മൾ വായു സഞ്ചാരത്തിനുള്ള പ്രതിസന്ധി ഉണ്ടാകാം കൂടുതൽ സമയം. അതോടൊപ്പം തന്നെ ചില സാങ്കേതിക തകരാറുകളൊക്കെ സംഭവിച്ചാൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വായു സഞ്ചാരത്തിനുള്ള ക്രമീകരണങ്ങൾ, ഇങ്ങനെ വിപുലമായ ഒരുക്കങ്ങളോട് കൂടിയാണ് ക്വാണ്ടാസ് ഇനി യാത്ര ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ 19 മണിക്കൂർ കൊണ്ട് 17,000 കിലോമീറ്റർ ഒറ്റയടി പൂർത്തിയാക്കിയ ക്വാണ്ടാസ് ഇനി അതിലേറെ ദൂരം കൂടുതൽ സമയമെടുത്തുകൊണ്ട് യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെയാണ് വ്യോമയാന രംഗത്ത് വിമാന സർവീസിൽ ക്വാണ്ടാസ് പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.